സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇമ്പോസ്റ്റർ ചാലഞ്ച് ആണ്. അപ്പം പാവന്റെ കൈ വയ്യ കേട്ടോ. ഞങ്ങള് പഴയ ഒരു ചാനലിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ 3 പേരുമാണ്. ഇപ്പൊ ഇത് ഞങ്ങളുടെ പുതിയ ചാനലാണ്. മറ്റേ ചാനലിൽ പോയി. അപ്പം ഞങ്ങളൊന്നും കൂടെ ഇമ്പോസ്റ്റർ ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എത്ര റൗണ്ട്? 6 റൗണ്ട് ഉണ്ട്. ഓരോ റൗണ്ടും 3 റൗണ്ടാ ഓരോ ഇതിന്. അതായത് ഓരോ ഞറക്കിന് 3 റൗണ്ട്. അയ്യോ, എന്റെ കൈ അതിലാണ് കൈ പക്ഷേ സച്ച് നോക്കണ്ട, അവന് കൈ വയ്യാമോ? ഇല്ല, ഞങ്ങൾ ആരും നോക്കത്തില്ല. നീ തുറന്നു. നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം. നമുക്കതില്ലാതെ പറ്റത്തില്ല. ഇതുണ്ടെങ്കിൽ വായി വാട വരത്തില്ല. അതായത് മോർണിംഗ് റൊട്ടീന്റെ ഒരു ഭാഗം. ഇതിന് പിന്നെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് അധികം കമ്പനികളുണ്ട്. ഇതിൽ കുറെ മുള്ള് കണക്കാണ്. നീണ്ടിരിക്കും, കുറച്ച് മുള്ളും കാണും. കുഞ്ഞു പിള്ളേര്, അതായത് കുഞ്ഞു പാവകളൊന്നും ഇത് ഉപയോഗിക്കത്തില്ല. ബാക്കി എല്ലാവരും ഇത് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിന് ഇലക്ട്രിക്കും ഉണ്ട്, നോർമലും ഉണ്ട്. എല്ലാരും ഉപയോഗിക്കും. കൊച്ചുങ്ങൾക്ക് ചെറുത്, വലിയവർക്ക് വലുത്. കൊച്ചുപിള്ളേർക്ക് ഒരു ചെറിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ നിർമ്മിക്കും. അപ്പൊ ഇതില് നമുക്ക് ഇമ്പോസ്റ്റർ ആരാണെന്ന് പറയാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇലക്ട്രിക് എന്നൊക്കെ പറഞ്ഞു. മൂന്നാമത്തെ റൗണ്ടായപ്പോ മനസ്സിലായി. നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. അത് അങ്ങനെ എടുക്കുന്ന എന്നാ ഇനി നീ ഇട്ടോ, ഞാനല്ലേ എപ്പോഴും. ഇത് നമ്മുടെ എല്ലാവർക്കും ഉള്ള, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള, നമുക്കിത് എല്ലാവർക്കും ആവശ്യമുള്ള അത് തെറ്റിപ്പോ. നമുക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതിന് ഇച്ചിരി വില കൂടുതലാ. IT ഫീൽഡിലുള്ള എല്ലാരും യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഒരുപാട് കമ്പനികളുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മേടിക്കണമെന്നൊരു ആഗ്രഹമുള്ള എല്ലാവർക്കും. പ്രത്യേകിച്ച് ഒരു 10 15 18 വയസ്സിനുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അങ്ങനെ എല്ലാവരുടെ കയ്യിലൊന്നും കാണത്തില്ല, റെയർ ആയിട്ടേ കാണും. എന്നാ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള. പിന്നെ ഇത് ചിലവർക്ക് ഭയങ്കര ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടമല്ല. അതായത് ചിലവര് പല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും. ഗെയിം കളിക്കാനും ജോലി ആവശ്യത്തിനും വേണ്ടി. അത് നമുക്ക് കൂടെ കൊണ്ട് നടക്കാം, ബാഗിലൊക്കെ ഇട്ടോണ്ട് പോവാം. ഇച്ചിരി വലിയ സൈസാ. എഡിറ്റിങ്ങിന് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ കളിയില് ഇപ്പം രണ്ടാമത്തെ റൗണ്ടില് ഇമ്പോസ്റ്റർ ആരാന്ന് പറയാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. എനിക്ക് എപ്പോഴും ഇമ്പോസ്റ്റർ, എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. കമ്പ്യൂട്ടർ ആയിരുന്നു. ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എല്ലാവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ടോ. എനിക്ക് അപ്പോഴേ മനസ്സിലായി. ലാപ്ടോപ്പ് അടുത്ത തേർഡ് റൗണ്ട് ആണ്. ഇതിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് എടുക്കാമേ. അങ്ങനെയൊന്നും ആക്കാക്കത്തില്ല. സച്ചു തുടങ്ങ. ഇത് സ്കൂളിലുണ്ട്. ഓക്കെ, നല്ലതാ. ഏതാണ് ഉദ്ദേശിച്ചത്? സ്കൂളിലെ ആവശ്യത്തിന് ഇതില്ലാതെ പറ്റത്തില്ല.
നമ്മുടെ എല്ലാ വീട്ടിലും കാണും. ഇച്ചിരി വലിയ സൈസാണ്. അത് വലുതാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോവാം, ഒരു 5-6 പേർക്ക് അത് വാങ്ങാൻ പറ്റും. നമ്മളത് ഈ ബുക്കൊക്കെ വെച്ച് എഴുതാറുണ്ട്. മൂന്നാമത്തെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇല്ല, ഉമ്മി പറഞ്ഞു പറയണം. ഇപ്പൊ അത് ക്ലാസ് റൂമിലൊക്കെ പല വെറൈറ്റീസിൽ ഉണ്ട്. തേർഡ് റൗണ്ട് അത് പിന്നെ പിള്ളേരെല്ലാം കുത്തി വരയ്ക്കും. എല്ലാരും കുത്തി വരയ്ക്കും, ബസ്സിന്റെ എല്ലാം വരയ്ക്കും. അപ്പൊ നമ്മുടെ ഇതിന്റെ തേർഡ് റൗണ്ട് ഇമ്പോസ്റ്റർ ആരാ നോക്കാം. റെഡി? എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞാല് ഇവനിങ്ങനെ പൊക്കി വെച്ചപ്പോ ടേബിളിൽ നിന്ന് ഞാൻ കണ്ട് എത്തി നോക്കിയതല്ല, അവൻ ഇങ്ങനെ പൊക്കി ടേബിളിൽ അങ്ങോട്ട്. പിന്നെ എനിക്ക് അനിക്കുന്ന ആളെ പിന്നെന്തോ വിചാരിച്ച ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ മനസ്സിലായി ഡെസ്ക് ആണെന്ന്. ആദ്യം ഒന്നും മനസ്സിലായില്ല. ഇവൻ പറഞ്ഞ സ്കൂളിൽ അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. 4ാമത്തെ റൗണ്ട്. 4th റൗണ്ട് ഞാൻ ഇടാം. എനിക്ക് തന്നെ അല്ല, ഇത് നമുക്ക് സെക്കൻഡ് എടുക്കാം. എന്താണോ ഇരിക്കുന്നത്? ഇതെല്ലാവർക്കും അത്യാവശ്യം ഉള്ളൊരു സാധനമാണ്. എല്ലാരും ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ല പറയുന്നത്. വേറെ ഞാൻ അത്യാവശ്യം ഉള്ളതാണ് എല്ലാരും ഉപയോഗിക്കും. വേറെ ഓപ്ഷൻ അത് ഇല്ലാതെ ആർക്കും പറ്റത്തില്ല. വീട്ടിലൊക്കെ ഉണ്ട് അത്. എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം. അതിൽ നമുക്ക് ഗെയിം എല്ലാം കളിക്കാം. നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം വന്നതോടുകൂടി കുട്ടികളെല്ലാം നശിച്ചു. അതിൽ തന്നെ നമുക്ക് കുട്ടികൾ ഒരുപാട് ഇത് റഫ്യൂസ് ചെയ്യും. അത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ പിള്ളേരെല്ലാത്തിനും അഡിക്റ്റ്. പിന്നെ അത് എപ്പം കളിക്കുവാനോ അതെല്ലാം പിള്ളേർ അത് തന്നെ. മൂന്നാമത്തെ റൗണ്ടല്ലേ ഇത്? ബിലാൽ സ്റ്റിക്കി മെമ്പർ കളിക്കും. അപ്പൊ 4ാമത്തെ റൗണ്ട് കഴിഞ്ഞല്ലോ. അപ്പൊ 4th റൗണ്ട് കഴിഞ്ഞു. അപ്പൊ ഇതില് ഇമ്പോസ്റ്റർ ആരാണെന്ന് കണ്ടുപിടിക്കാം. റെഡി? റെഡി? സ്റ്റഡി. 1 2 3 സ്റ്റാർട്ട്. ഫോണായിരുന്നോ? എനിക്ക് മനസ്സിലായി. എനിക്ക് 2ാമത്തെ റൗണ്ടിൽ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാ ഫോൺ വന്നേന്ന് പോലും അറിയില്ല. ഇതിലപ്പോ നമ്മള് എഴുതിയ ഒരാൾ വല്ലാത്ത പണിയാണ്. 3 പേർക്കും ഇതിലെഴുതി ഒരാള് വല്ലാത്ത പണിയാണ്. ഏതൊക്കെയാ വഴി ഫോണായി. പക്ഷെ ഞങ്ങളെല്ലാരും മൊബൈൽ ഫോണാണെന്നും പറഞ്ഞാ പറഞ്ഞത്. ലാസ്റ്റ് നോക്കിയപ്പോ എല്ലാവരുടെയും ഇമ്പോസ്റ്റർ. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ കൊള്ളായിരുന്നു ഈ റൗണ്ട് അല്ലേ? എല്ലാവരും ഉപയോഗിക്കും. പിന്നെ പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞ് ഗെയിം കളിക്കും. അപ്പൊ എനിക്കൊരു ഡൗട്ട്, വീഡിയോ ഗെയിം ആണോ ഫോണാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കാൻ പറ്റും. അങ്ങനെ ഫോണായി. 5th റൗണ്ട്. 5th റൗണ്ടിലേക്ക് പോവാം. ഞാനാ എന്തിനാ താറയിലൊക്കെ എടുത്തിട്ട് എന്താ ഇവിടെ ഒരു കഥ? അതെല്ലാവർക്കും ആവശ്യമുള്ള നീ എപ്പോഴും പറയുന്നതാ. ഇതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ഇടും. വേറെ ക്ലൂ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം. അത് കേട്ടപ്പോഴും മനസ്സിലായില്ല. അത് ഒരു സാധനം. അത് എന്തുവാ നമുക്ക് കൂടുതൽ കളിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ആ സാധനം
ഇത് കറുത്തായിരിക്കുന്ന. ഇത് ബോയ്സിനും ഗേൾസിനും എല്ലാം ഉണ്ട്. അത് ചിലവര് വേറെ കളർ അടിക്കും, വേറെ സ്റ്റൈൽ. നമുക്ക് ഇഷ്ടമുള്ള രീതി പൊക്കുകയും ചെയ്യാൻ താക്കുകയും ചെയ്യും. ഇത് ഗേൾസിന് ഒരുപാട് കാണുന്നത്, ബോയ്സിന് കുറച്ച് കാണത്തുള്ളൂ. പിന്നെ പണക്കാരുള്ള ആണുങ്ങളായാലും ഭയങ്കര ഒരുപാടുണ്ട്. എനിക്ക് ചിരിക്കാതെ നമുക്ക് നീട്ടി വളർത്താം. ഇത് ഗേൾസിന് എന്നും ഇപ്പൊ സ്കൂളിൽ പോണെങ്കിലും പുറത്തു പോണെങ്കിലൊക്കെ ഇതിന്റെ കൂടെ കുറെ സമയം ഇങ്ങനെ മെനക്കിടണം. റൗണ്ടിലെ ഇമ്പോസ്റ്റർ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 1 2 3 സ്റ്റാർട്ട്. എന്ത് മുടി. ഇത് പണക്കാർക്ക് ബിലാല് പല കളർ അടിക്കാൻ നടപ്പ് എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു കിട്ടിയത്. പക്ഷെ എല്ലാവർക്കും പിന്നെ മനസ്സിലായില്ല. കൊച്ചുങ്ങൾക്ക് ചെറുപ്പത്തിൽ ശരിക്കും മഴയുണ്ട്. Guys, ഇവൻ ഇമ്പോസ്റ്റർ ആണ്. എനിക്ക് തന്നെ വരുന്നില്ല, ആരെങ്കിലും വന്ന് എപ്പോഴും എനിക്ക് ഇമ്പോസ്റ്റർ. നിനക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടം. അടുത്ത 6th റൗണ്ട്. ഞാനായിട്ട് എനിക്ക് ഇമ്പോസ്റ്റർ. ലാസ്റ്റ് റൗണ്ട് ആണ്. ചേർത്ത് തട്ടി അവിടാണ് നമ്മളിപ്പോ ഉള്ളത്. അതാണ് അവന്റെ ഫസ്റ്റ് ക്ലൂ. കാണുന്നവരാണ് അവിടെ ഉള്ളത്. ഈ പേര് പറയുമ്പോ നമ്മൾക്ക് ഒരുപാട് അഭിമാനം തോന്നും. എനിക്ക് പറയാണ്ട് അറിയ അത് എടുത്ത് പറയുന്നത് എനിക്കും പറയാനല്ല അറിയാം. എന്ത് പറഞ്ഞ പറയാൻ പോവില്ലേ. പറ പറ. അത് ഭയങ്കര ലക്ഷറി ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. കുറഞ്ഞത് ഒരുപാട് ഉണ്ട്. പറയടാ. ഇവിടുന്ന് ഇപ്പൊ ഈ ക്ലൂ പറഞ്ഞ ഇവര് മനസ്സിലാകും. പറ, എന്തെങ്കിലും പറ. ഇത് ഭൂമിയിലുണ്ട്. ഇത് അല്ല പിന്നെ ബാക്കിയുള്ള വേറെ ഇതിന്റെ തൊട്ടടുത്ത സ്ഥലം വിജയിലേക്ക് തമിഴ്നാടാണ്. നമ്മുടെ വിജയുടെ സ്ഥലം. ആ അതിന് പല പല കളറുണ്ട്. ഒരാളാണ് ഈ സ്ഥലത്ത് നിന്ന് ഫിഫ വേൾഡ് കപ്പിൽ കയറിയത് ആദ്യമായിട്ട്. ഒരുപാട് കേരവൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതൊന്നുമില്ല, ഇയാള് അടുത്ത് പറ. ഓ അത് പിന്നെ പച്ച കളറാ. പല കളറുണ്ട്. ഓക്കെ, 3 റൗണ്ടായി. അപ്പൊ ഈ റൗണ്ടിൽ ഇമ്പോസ്റ്റർ ആരാന്ന് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞത് ശരിയാ. പച്ച പുല്ല് പുല്ലാണ്. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾ മലയാളി ഫിഫ വേൾഡ് കപ്പിൽ കയറുന്നത്. അത് പറയണം, ഖത്തറാണ്. നിനക്ക് പുല്ലെന്ന് പറയാൻ കാരണം എന്താ? പുല്ല. അതിനാണ് ആദ്യം പറഞ്ഞത്. മൈ ചോദിച്ചില്ല എന്തിനാ കൊച്ചു പറഞ്ഞപ്പോ ചിരിക്കുന്നത്. എന്ത് ആദ്യം പറഞ്ഞത്? ഇത് കുറഞ്ഞതുകൊണ്ട് ലക്ഷറി ഉണ്ട്. പുല്ലോ. കേരളത്തിന്റെ അടുത്ത സംസ്ഥാനം എന്തുമാണ് തൊട്ടടുത്ത? ഇയാളെന്ത് വിജയം പറഞ്ഞപ്പോ ആലോചിച്ചത്? എനിക്ക് എപ്പോഴും കിട്ടുന്ന എന്തിനാണ് അവിടത്തെ നിനക്ക് പറയാറുണ്ട് കേരളം.
ആ വോട്ട് അങ്ങനെ ഇല്ലേ കളിയാവുമ്പോ. അപ്പൊ ഇത് മൊത്തം ആദ്യം 6 റൗണ്ട് ഉണ്ടായിരുന്നു. 5 റൗണ്ടിലും ബിലാലായിരുന്നു ഇമ്പോസ്റ്റർ. ആണ് ആറിലും അത് ഒന്നത്തിൽ പോയി ഒരെണ്ണത്തിൽ ഞാനായിരുന്നു. ശരി ശരി ശരി. അല്ലല്ല, ഒരു റൗണ്ടിൽ എല്ലാരും ഇമ്പോസ്റ്റർ ആയിരുന്നു. ബാക്കി 4ലും ബിലാലാണ് മുന്നേറി വിജയിച്ചത്. അപ്പം ഞങ്ങളുടെ ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? ബിലാലിന് ഇമ്പോസ്റ്റർ കിട്ടിയതിന്റെ ഒരു വിഷമമുണ്ട്. കൂട്ടത് ഗെയിം അല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. രസം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. വൈബല്ലേ എപ്പോഴും ഇമ്പോസ്റ്റർ 6 റൗണ്ട് പോയത് അറിഞ്ഞില്ല. എപ്പോഴും ഇമ്പോസ്റ്റർ നമുക്കായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.